ഹലോ ഫ്രണ്ട്സ്, ബനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കുട്ടനാട് വഴി ഒരു യാത്രാ വിവരണം കൊടുത്തായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത് കുട്ടനാട് മുണ്ടകൻപാടം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടിയും ഫ്രണ്ടിലോട്ട് പോയി വേറെ വഴിക്കൂടെയൊക്കെ പോയി. അപ്പോൾ അന്നേരം നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെയും കണ്ടത്. വാലടി എന്നുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ട്. ആദ്യം കണ്ട മുണ്ടകൻ പാടത്തിനേക്കാളും കുറച്ചുകൂടിയും ഭംഗിയായിട്ട് തോന്നുന്നു ഇത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുന്നു. പിന്നെ കൃഷിയിടങ്ങളും എല്ലാം ഈ വെള്ളം കയറി ഇങ്ങനെ വെള്ളക്കെട്ടായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഭംഗിയുണ്ട്. അതിനൊക്കെ എല്ലാം നല്ല കലക്കവെള്ളമൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നല്ല കാറ്റുമുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. മുണ്ടകൻപാടവും നല്ലതാണ്. അത് കഴിഞ്ഞ് ഇതും കുറച്ചുകൂടി നല്ലതാണ്. അതിലും കുറച്ചുകൂടി നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. അപ്പോൾ അവിടെ എല്ലാം കണ്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചങ്ങനാശ്ശേരി കൈനകരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അവിടെയും കുറച്ച് കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വഴി അങ്ങനെ കുറേ കണ്ടങ്ങളുണ്ട്. അതെല്ലാം ഇതുപോലെ കണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അങ്ങനെ പോയി ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിൽ കൂടെ തന്നെ പിന്നെ അങ്ങോട്ട് പോയിട്ട് ആലപ്പുഴ റോഡിൽ കയറി കിടങ്ങറ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ചേന്നങ്കരി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ബോട്ട് ചെട്ടിയുണ്ട്, കൈനകരി ചേന്നങ്കരി. അപ്പോൾ അവിടെ പോയി ബോട്ട് വരുന്നതും എല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ബോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KSRTC ബസ് പോലെയാണ്. അപ്പോൾ വരുന്ന യാത്രക്കാരെ കൊണ്ടുപോകുന്നു, ഇറക്കുന്നു, അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോകുന്നവരെല്ലാം. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ടുള്ള ചെറിയ ചെറിയ ബോട്ടുകളും അവിടെയുണ്ട്. ഇതിങ്ങനെ സർവീസ് നടത്തുന്ന ഒരു ബോട്ടാണ് ഈ കാണുന്ന വലിയ ബോട്ട്. പിന്നെ അല്ലാത്ത ചെറുതെല്ലാം ഉണ്ട്. ചെറുതൊക്കെ അല്ലാതെയും പോകുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ബോട്ടിലൊന്നും ഞങ്ങൾ കയറിയില്ല. നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട് കയറിയില്ല. പിന്നെ സമയവും ഇല്ലായിരുന്നു. അവിടെയെല്ലാം പോകാനുണ്ടായിരുന്നു, കുറേ ഇങ്ങനം കാണാനുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ബോട്ടിൽ പോയില്ല. ഇതെല്ലാം കണ്ട് കുറേ നേരം നിന്നു. ഇങ്ങനെ വണ്ടി പോകുന്നു വരുന്നു. നമ്മൾ ബസ് സർവീസ് പോലെയാണ് തോന്നിക്കുന്നത് കേട്ടോ. അവിടെയുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. കാരണം അവർക്ക് അല്ലാതെ ബസ് സർവീസ് ഇല്ല. കാരണം ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് എല്ലാവരും. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിർത്തി. ഇതൊരു കായലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നല്ല പുഞ്ചപ്പാടമുണ്ട്. നല്ല കൃഷി. എന്ത് ഭംഗിയാണെന്നറിയാമോ അത് കാണാൻ. പച്ചച്ചങ്ങ് നിൽക്കുക, നല്ല പച്ചപ്പായിട്ട് പാടം. നല്ല അടിപൊളി പാടമാണ്. പിന്നെ ആ പാടത്തിൻ്റെ വരമ്പത്തൂടെ ഇങ്ങനെ നടന്ന് കുറേ എന്തോ നല്ല കാറ്റാണെന്നറിയാമോ. നല്ല ഭംഗിയത് കാണാനായിട്ട്. അപ്പോൾ അതിലൊക്കെ കുറേ നേരം അതിലെല്ലാം നടന്നു. നല്ല വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ ആ പാടത്തൂടെ ഇങ്ങനെ നടന്നപ്പോൾ നല്ല പച്ചപ്പെല്ലാം കണ്ട്. നെൽകൃഷിയാണത്. പാകി മുളച്ചത്ര ആയിട്ടേ ഉള്ളൂ. നെല്ലൊന്നും ആയില്ല, തൈയായിട്ട് നിൽക്കുന്നുള്ളൂ, ഞാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് കഴിക്കാനും ഞങ്ങൾ പോയത്. അവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇതുപോലെ കാണാൻ വരുന്നവരെല്ലാം വരുന്നുണ്ട്. ഒത്തിരി പേരവിടെ കഴിക്കാനും ഉണ്ട്. ഇത്തിരി നല്ല തിരക്കുള്ളൊരു ഹോട്ടലും ആട്ടോ അവിടെ. പക്ഷെ നല്ലൊരു ഹോട്ടലുമാണ്. അപ്പോൾ ആ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ കണ്ടത്തിൻ്റെ വരമ്പത്തൂടെ പിന്നെ ഇറങ്ങി. അവിടെ ഒരു നല്ലൊരു തോടുണ്ട്. അപ്പോൾ ആ തോട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നുകൂടെ ഇറങ്ങാൻ തോന്നി. അങ്ങനെ രണ്ടാമത് പിന്നെ അടുത്ത കണ്ടത്തിൽ വന്നിറങ്ങി. ആദ്യത്തെ കണ്ടം ഇതല്ലായിരുന്നു, വേറെയായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ ഹോട്ടലിലേക്ക് പോയി. വഞ്ചിവീട് എന്നാ ഹോട്ടലിൻ്റെ പേര്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലും നല്ല അപ്പവും കപ്പ അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് അപ്പവും കപ്പയാണ് മേടിച്ചത്. പിന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു. പിന്നെ വാളക്കറി, ഇത്രേ കഴിച്ചോളൂ. പിന്നെ നാരങ്ങ വെള്ളവും കൂടി അത്രേ അവിടെ നിന്ന് കഴിച്ചോളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ളായിരുന്നു. കരിമീൻ പൊള്ളിച്ചതൊക്കെ നല്ലതായിരുന്നു. നല്ല ചൂടനെ നല്ല ടേസ്റ്റോട് കൂടിയാണ് തന്നത്. നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. നല്ല വൃത്തിയും എല്ലാ കാര്യം കൊണ്ടും നല്ലതായിരുന്നു. കരിമീൻ പൊള്ളിച്ചതിന് പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. ഇലയിൽ പൊതിഞ്ഞ നന്നായിട്ട് അതിൻ്റെ ആ മസാലയൊക്കെ നല്ല മസാലയായിരുന്നു. കരിമീൻ പൊള്ളിച്ചതിൻ്റെ നല്ലതായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവരുടെ തന്നെ താഴോട്ട് ഇറങ്ങി. അവിടെ വഞ്ചിവീടിൻ്റെ ഈ ബോട്ട് പോലെയുള്ള കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഈ വഞ്ചിവീട് ഹോട്ടൽ തന്നെ. അപ്പോൾ ആ ബോട്ടിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലമായിരുന്നു. എല്ലാവരും വന്ന് ഈ കഴിക്കുന്നവരെല്ലാം അവിടെ വന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ആ ബോട്ടിൻ്റെ ഷേപ്പിൽ തന്നെയുള്ള ഹോട്ടലും ആയിരുന്നു. പിന്നെ അതിൻ്റെ ആ ചക്രം ഇങ്ങനെ കറക്കാനൊക്കെ നല്ല രസമുണ്ട്. ചുമ്മാ ഒരു ഭംഗി. അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ
നിന്നു. പിന്നെ അവിടുന്ന് അത് ഈ ഹോട്ടലിൻ്റെ തൊട്ട് പുറകിലായിട്ട് ബോട്ട് സർവീസ് ഉണ്ട്. അവരുടെ ബോട്ടും ഉണ്ട്, അല്ലാതെ വേറെയും പോകുന്നുണ്ട്. അവിടെ ഒത്തിരി സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. ഒത്തിരി പഴയ സിനിമകളെല്ലാം അവിടെ ഷൂട്ട് ചെയ്തതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടെ ബോട്ടും ഉണ്ട്. നമ്മളെ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി കാണാൻ പോവുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ പിന്നെ ബോട്ടിൽ കയറിയില്ല. ഞങ്ങൾ പിന്നെ അവിടെ ഒന്ന് പോയി നിന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ അക്കരെ അങ്ങ് അറ്റത്തോട്ടൊക്കെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പോയില്ല.